നമസ്കാരം. താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം പൂനെയിൽ നിന്നും നാളെ ഉച്ചയോടെ നാട്ടിലെത്തും. വൈകുന്നേരം 5:30 ട്രെയിൻ മാർഗം പൂനെയിൽ നിന്നും മടങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലായിരിക്കും കുട്ടികളെ നാട്ടിലെത്തിക്കുക. കുട്ടികളെ കൊണ്ടുവരുന്നതിനായി പോലീസ് സംഘം മുംബൈയിലെത്തിയിരുന്നു. മുംബൈയിൽ നിന്നും റോഡ് മാർഗം പൂനെയിലേക്ക് പുറപ്പെട്ടു. അതേസമയം കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് തിരികെ നാട്ടിലേക്ക് പോയി. റോഹയിൽ നിന്നുമാണ് ഇയാൾ തിരികെ ട്രെയിൻ കയറിയത്. താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥിനികളെ 36 മണിക്കൂറിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയത്. മക്കളെ തിരികെ കിട്ടിയെന്ന സന്തോഷ വാർത്ത വന്നതോടെ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടിരിക്കുകയാണ് രാവ് വെളുക്കോളം ഉറക്കമൊഴിച്ച് പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്ന രക്ഷിതാക്കൾ. കുട്ടികളെ കണ്ടെത്തിയ ഉടൻ തന്നെ അധികൃതർ രക്ഷിതാക്കളുമായി വീഡിയോ കോൾ ചെയ്ത് മക്കൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചു. ഒന്നും പേടിക്കേണ്ട, വേഗം തന്നെ തിരികെ വരൂ എന്ന് പിതാവിന്റെ സങ്കടത്തോടെയുള്ള അഭ്യർത്ഥന കേട്ടതോടെ കുട്ടികളിൽ ഒരാൾ മുഖം പൊത്തിക്കരഞ്ഞു. കേരള പോലീസും മുംബൈ മലയാളികളും ചേർന്ന് കുട്ടികളെ കണ്ടെത്തി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. പുലർച്ചെ 2 മണിയോടെയാണ് കുട്ടികളെ കണ്ടെത്തിയ വിവരം പോലീസ് അറിയിച്ചത്. സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് അവർ ഉറപ്പു തന്നിട്ടുണ്ട്. കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയതാണ്. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തക്ക കാരണങ്ങളൊന്നും തന്നെയില്ല. അവൾക്ക് മോഡേണായി നടക്കാൻ വലിയ ഇഷ്ടമാണ്. മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ നിർബന്ധം പിടിച്ചിരുന്നു. പുരികം ത്രെഡ് ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. പാൻസ് ഇടണമെന്ന് വാശി പിടിച്ചിരുന്നു. ഞങ്ങൾ സമ്മതം കൊടുത്തിരുന്നില്ല. എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു. മോഡേണായി നടക്കണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. അവിടെ പോയി ആദ്യം ചെയ്തതും മുടി സ്ട്രെയിറ്റൻ ചെയ്യുകയാണ്. ഞങ്ങളെയൊക്കെ ബേജാറാക്കിക്കൊണ്ട് അവർ രണ്ടുപേരും ഒരു ടൂർ പോയി എന്ന് കരുതുകയാണ് ഞങ്ങളിപ്പോൾ. കണ്ടെത്തിയതിൽ ആശ്വാസമുണ്ട്. ഒരു CCTV ദൃശ്യം മാത്രമേ ആകെ ഒരു തുമ്പായി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും ഇത്രയും എത്തിച്ചതിൽ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞതായി അറിഞ്ഞു. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അത് പ്രശ്നങ്ങളാണ് എന്നത് അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും. അവർ തിരികെ വരണം. ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും. തിരികെ വീട്ടിലെത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് അവർക്ക് പേടിയുണ്ടാകും. രാത്രി മകളോട് സംസാരിച്ച് പരമാവധി ഹാപ്പിയാകാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാള സമാജക്കാരാണ് ഭക്ഷണം കൊടുത്തതും കൂടെ നിർത്തിയതും. അവരോട് നന്ദി പറയുകയാണ്. ഇടവണ്ണയിലുള്ള ഒരു സുഹൃത്ത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു എന്ന് അറിയുന്നത് പോലീസ് പറഞ്ഞപ്പോഴാണ്. ടെക്സ്റ്റൈൽ മേഖലയിലുള്ള അയാൾ പർച്ചേസിന് പോയപ്പോൾ അവരും കൂടെ പോയി എന്നാണ് കേൾക്കുന്നത്. അതേപ്പറ്റി അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൗഹൃദം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 സ്നേഹിതരാണല്ലോ പോയത്. തിരികെ വന്നിട്ട് കൂടുതൽ ചോദിച്ചറിയണം. യൂണിഫോമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ വഴിയിൽ നിന്നും ഡ്രസ്സ് മാറിയാണ് വണ്ടി കയറിയതെന്നും അറിഞ്ഞു. ഡ്രസ്സ് മാറിയത് കൊണ്ടാണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായത്. ഡ്രസ്സ് വാങ്ങാനും മുടി സ്ട്രെയിറ്റൻ ചെയ്യാനും ഒക്കെ പണം കണ്ടെത്തിയത് കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റിട്ടായിരിക്കാം. വീട്ടിൽ നിന്ന് പണമൊന്നും കൊണ്ടുപോകാൻ സാധ്യതയില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. തുടർന്നും പഠിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. മകൾ വീട്ടിലെത്തുക എന്നതാണ് ആദ്യത്തെ ആശ്വാസമെന്ന് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ രക്ഷിതാവ് പറഞ്ഞു. കുട്ടികളെ കാണാതായ നിമിഷം തൊട്ട് താനൂർ പോലീസ് നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലുകളിൽ നന്ദിയുണ്ടെന്നും പിതാവ് പറഞ്ഞു. കുട്ടികളും ഞങ്ങളും ഒരേ മാനസികാവസ്ഥയിലാണ്. മുംബൈയിലെ മലയാളികളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണെന്ന് അറിഞ്ഞതോടെ സമാധാനമായി. മുംബൈയിലെ മലയാളികൾക്ക് നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് മക്കൾ അടുത്തെത്തിയാൽ മതി. ഈ സംഭവത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിന്നോ വാർത്താ മാധ്യമങ്ങളിൽ നിന്നോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ കൂടുതൽ അസ്വസ്ഥതകൾ കുട്ടികൾക്കുണ്ടാവരുതെന്നാണ് ആഗ്രഹമെന്നും പിതാവ് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരും സന്തോഷവതികളുമാണെന്നും പെൺകുട്ടികളും പ്രതികരിച്ചു. വേഗത്തിൽ വീട്ടിലെത്തണമെന്നതാണ് ആഗ്രഹം. പോലീസ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു രക്ഷിതാക്കളുമായി സംസാരിച്ചുവെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണമാണ് പെൺകുട്ടികളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത്. നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളെ തിരികെ കൊണ്ടുവരാനായി താനൂർ പോലീസ് ഇന്ന് രാവിലെ 6 മണിക്ക് പൂനെയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പൂനെയിൽ വെച്ച് RPF ഇവരെ പോലീസിന് കൈമാറും. കുട്ടികളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് ഇവർക്ക് കൗൺസിലിംഗും നൽകും. തിരിച്ചു വന്നാലുള്ള അവസ്ഥയോർത്താലുള്ള പേടി ഇവർ പോലീസുമായി പങ്കുവച്ചിരുന്നു.